വയനാട് കൊള്ളിമൂല ആദിവാസി ഭൂപ്രശ്നത്തിൽ കുടിയൊഴിപ്പിക്കലിന് നേതൃത്വം നൽകിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയായി. ബാവലി സെഷൻ ഫോറസ്റ്റ് ഓഫീസർ ടി കൃഷ്ണനെ സസ്പെൻഡ് ചെയ്തു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഗുരുതര ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. എ വി ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ജയശങ്കർ, ശരിക്കും ഒരു സാമാന്യബുദ്ധി ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം എന്ന് തെളിഞ്ഞു. കാരണം ഇവരെ പോലെയുള്ള ആളുകളെ ഡീൽ ചെയ്യുമ്പോൾ എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ വേണം എന്ന് പോലും പരിഗണിക്കാതെയാണ് ഈ കുടിയൊഴിപ്പിക്കൽ നടന്നത്. പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ആദിവാസികളുടെ കിടപ്പാടം ഇല്ലാതാക്കിയ ഉദ്യോഗസ്ഥനെതിരെ വനം വകുപ്പ് നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. കർശന നടപടി ഉണ്ടാകുമെന്ന് വനം വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരിക്കുന്നു. ഇന്ന് എന്തായാലും ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു. ബാവലി സെഷൻ ഫോറസ്റ്റ് ഓഫീസർ ടി കൃഷ്ണനെ വനം വകുപ്പ് അന്വേഷണ വിധേയമായി നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിനെതിരെ ഈ വനം വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഗുരുതര കണ്ടെത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹം വനം വകുപ്പിന് അപമതിപ്പുണ്ടാക്കി, ചട്ടങ്ങൾ പാലിക്കാതെയാണ് ഇത്തരത്തിൽ കുടിയൊഴിപ്പിക്കാൻ ഇദ്ദേഹം അങ്ങോട്ടിറക്കി പുറപ്പെട്ടത്. ഒപ്പം തന്നെ ഈ ആദിവാസികൾ 16 വർഷമായി താമസിക്കുന്ന ഒരു ഭൂമിയാണ്. ഈ ഭൂമിയിൽ നിന്ന് ഇവരെ ഇറക്കിവിടാൻ ഒരു അവകാശവും ഈ ഉദ്യോഗസ്ഥനില്ല. ഈ വനാവകാശ നിയമപ്രകാരം ഈ ആദിവാസികൾക്ക് മറ്റൊരിടത്ത് വീട് വെക്കാൻ വനം വകുപ്പ് തന്നെ സ്ഥലം അനുവദിച്ചിരുന്നു. ഈ സ്ഥലത്ത് വീട് നിർമ്മിച്ചതിന് ശേഷം മാത്രം ഇവർ താമസിച്ച ഭൂമിയിൽ നിന്ന് മാറ്റിയാൽ മതി എന്നായിരുന്നു ആദിവാസികളുമായി വനം വകുപ്പിൻ്റെ കരാർ. ഇത് ഈ ഉദ്യോഗസ്ഥൻ ലംഘിച്ചു എന്ന ഗുരുതരമായ കണ്ടെത്തലാണ് നിലവിൽ ഈ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. പ്രാഥമികമായി തന്നെ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്ന് കർശനമായ ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന് വനം വകുപ്പ് കണ്ടെത്തുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ കണ്ണൂർ CCF ആണ് ഈ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയത്. ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച് നിർണായക ഉത്തരവ് ഇറങ്ങുന്നത്. പ്രാഥമികമായി തന്നെ ഇന്നലെ ആദിവാസികൾ പ്രതിഷേധമുയർത്തി. അതിന് പിന്നാലെ തന്നെ വനം മന്ത്രി ഈ വിഷയത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് അറിയിച്ചു. ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കുന്നു. വനംവകുപ്പിനെ സംബന്ധിച്ച് പ്രാദേശികമായി വയനാടിൽ വലിയ തോതിലുള്ള അപമതിപ്പുണ്ടാക്കുന്ന നടപടിയാണ് ഇദ്ദേഹം നടത്തിയത്. കാരണം ഒരു മനുഷ്യത്വവും ഇല്ലാതെയാണ് ഗർഭിണികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകളെ അവരുടെ സ്വന്തം ഭവനത്തിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്യുന്നതിനിടെ വലിച്ചു പുറത്തേക്കിട്ടത്. എന്തായാലും ഈ വിഷയത്തിൽ തുടർ നടപടികൾക്കും സാധ്യതയുണ്ട്. എസ് കെ എൻ. താങ്ക് യു.